നമ്മൾ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്. എപ്പോഴും ഹേറ്റിന് മേളിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഒന്നിച്ച്. സോ കുഞ്ഞിനെ തൊട്ട് ഇതൊക്കെ കാണുന്നത് നൗ ഐ എം റിയലി യൂസ്ഡ് ടു ഇറ്റ്. ഒരുവിധപ്പെട്ട തീരുമാനങ്ങളൊന്നും ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരുടെ അടുത്തും കൂടിയൊക്കെ ചോദിച്ച് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പോവുകയാണേ എന്ന് പറഞ്ഞിട്ടല്ല ഞാനൊരു തീരുമാനം എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെല്ലാവരും, നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കൃഷ്ണകുമാർ ഫാമിലിയിലെ ഓരോരുത്തരും ഇപ്പൊ ഓരോ ആഴ്ചകളിലായിട്ട് ഇങ്ങനെ ഏറി കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ വന്ന് തുണി അയച്ചിട്ട് ആടിയതിന് ഇളയ മകളായിട്ടുള്ള ഹൻസിക എയറിലായി. ഇപ്പൊ അതാ കഴിഞ്ഞ ദിവസം സ്വന്തം അമ്മായിയമ്മയെ അപമാനിക്കുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന് ദിയാകൃഷ്ണയും എയറിലായിരിക്കുകയാണ്. എന്തായിരുന്നു ദിയാകൃഷ്ണയുടെ സ്റ്റേറ്റ്മെന്റ്? ഞാൻ ജീവിതത്തിൽ ഒരാളെ മാത്രമേ അമ്മേ എന്ന് വിളിക്കത്തുള്ളൂ. ഒരിക്കലും എന്റെ ഭർത്താവിന്റെ അമ്മയെ ഞാൻ അമ്മേ എന്ന് വിളിക്കത്തില്ല. അവരെ ഞാൻ ആന്റി എന്ന് വിളിക്കത്തുള്ളൂ. അങ്ങനെ വൈകൂടെ പോണ ആൾക്കാരൊന്നും അമ്മേ എന്ന് വിളിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അങ്ങനെ വിളിക്കുന്നവരെല്ലാം ഭ്രാന്തന്മാരാണ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ദിയ ഇറക്കിയിരുന്നത് അല്ലെ. സ്വന്തം അമ്മായിമ്മയെ വൈക്കെടുക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഉപമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണല്ലോ. എന്തായാലും ഇത് കേട്ട മലയാളികൾ വെറുതെ ഇരുന്നില്ല, പിടിച്ചങ്ങോട്ട് ഏറി കയറ്റി വിട്ടു. ഇപ്പൊ ആൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെയോ സ്റ്റോറികൾ ഇട്ട് ന്യായീകരിച്ച് മെയ്യുന്നുണ്ട്. മെയ്കെട്ട് അങ്ങോട്ട്. എന്തായാലും കഴിഞ്ഞ ആഴ്ച അനത്തിയാണ് എയറിലെങ്കിൽ ഇത്തവണ ഏട്ടത്തിയാണ് എയറിൽ. പിന്നെ ഇടയ്ക്കിപ്പോ ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട് കേട്ടോ. അനത്തിയായിട്ടുള്ള ഹൻസികയെ എയറിൽ നിന്നും ഇറക്കാൻ വേണ്ടി മനഃപൂർവ്വം സ്വയം എയർ കയറിയതാണ് ദിയാകൃഷ്ണ എന്നുള്ള രീതിയിലുള്ള ഒരു കരക്കമ്പി ഇപ്പൊ കേട്ട് വരുന്നുണ്ട്. അല്ല, എനിക്കും അങ്ങനെ ഡൗട്ട് ഇല്ലാതില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തലക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും ഇമാതിരി ഒരു സ്റ്റേറ്റ്മെന്റ് പബ്ലിക്കിൽ വന്ന് പറയോ? എനിക്കൊരു അമ്മയെ പോലെ കാണാൻ പറ്റത്തില്ല, അങ്ങനെ വൈകെടുക്കുന്ന ആൾക്കാരൊന്നും അമ്മയെ പോലെ കാണാൻ പറ്റത്തില്ല എന്നുള്ളത് ഇതെന്തോ ഇന്ത്യൻ ചാനലിൽ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്തിട്ട് ആരും വേണ്ടില്ല, ഹൻസിക ഈ അടുത്ത കാലത്തൊന്നും എയറിൽ നിറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മാതിരി പരിപാടിയാണ് ഹൻസിക കാണിച്ചു വെച്ചേക്കുന്നത്. ഇപ്പൊ ദിയാകൃഷ്ണയെ പോലെ വായ തോന്നി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയാണെങ്കിൽ 2 ദിവസവും ആൾക്കാരത് ചർച്ച ചെയ്യും വിടും. പക്ഷെ ഹൻസിക ചെയ്ത പരിപാടി അതല്ലല്ലോ. തുണ അയച്ചിട്ട് മാറും വയറും കാണിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അഴിഞ്ഞാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മാന്യതക്ക് നിരക്കുന്ന പരിപാടിയാണ് ഈ പെണ്ണ് കാണിച്ചു വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തെ തന്നെ പറയിപ്പിക്കുന്ന പരിപാടിയാണിത്. പ്രത്യേകിച്ച് കൃഷ്ണകുമാറിനെ പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹൈലി റിച്ച് ആയിട്ടുള്ള ഒരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ, ഇവിടെ ഹൈലി റിച്ച് എന്ന് പറയുമ്പോൾ അച്ഛൻ മാത്രമല്ല റിച്ച്. പലപ്പോഴും ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ അച്ഛൻ മാത്രമാണ് റിച്ച് ആവാറുള്ളത് അല്ലെ. പക്ഷെ ഇവിടെ അച്ഛനേക്കാളും റിച്ചാണ് മക്കൾ എന്ന് പറയുന്നത്. ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയ വഴി സ്വന്തമായി ബിസിനസ് പ്രൊമോട്ട് ചെയ്ത് മാസം കോടികളാണ് സമ്പാദിക്കുന്നത്. അതുപോലെ തന്നെ അഹാനിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയും സിനിമയിൽ അഭിനയിച്ചു മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. ഇഷാനിയും ഇപ്പൊ അത്യാവശ്യം സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൻസിക ഒരുപാട് കൊളാബ് വഴിയും അല്ലാതെയും ഇഷ്ടംപോലെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണകുമാറിന്റെ മക്കൾ സമ്പാദിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കൃഷ്ണകുമാർ സമ്പാദിക്കുന്നതൊന്നല്ല എന്നർത്ഥം. അത്രയും അവർ സമ്പാദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ തുണി അയച്ചിട്ട് ആടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പോലും ഫസ്റ്റ് ടൈം ഹൻസികന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ കണ്ട സമയത്ത് ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഹൻസിക ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ അത് ചിന്തിച്ചു പോയത്. എനിവേ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുത്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ഈ പറയുന്ന ഹൻസികയും അഹാനും കൂടെ ഒരുമിച്ച് അഭിനയിച്ച ഒരു ആൽബം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ പൂക്കൾ എന്നെങ്ങാനുമാണ് പേര്. ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ നല്ലതും പറയാനില്ല, മോശം പറയാനില്ല, എന്നാലും ഒരു ആവറേജ് ആൽബം അത്രേ പറയാനുള്ളൂ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഹൻസികയും അഹാനയും ഓടി നടന്ന് ഇന്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇവരിപ്പോ റീസെന്റ് റെഡ് FM ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളത് പറയാലോ, അതിൽ ഇവരുടെ ചില സംസാരങ്ങൾ കേട്ട സമയത്ത് എനിക്ക് ചിരിയാണ് വന്നത്. നമുക്ക് കണ്ടുവെക്കാം. ശരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കിട്ടാറുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾ. എല്ലാവർക്കും ശരിക്കും വാരിക്കോരിയത് കിട്ടാറുണ്ട്. സ്നേഹത്തിന്റെ കൂടെ തന്നെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് സൈബർ അറ്റാക്ക് ആണ് ചിലപ്പോഴൊക്കെ. അത് ചിലപ്പോൾ ആഴ്ചയിലും മാസത്തിലും ഏതെങ്കിലും കാര്യത്തിൽ എങ്ങനെയെങ്കിലൊക്കെ വന്ന് പെടാറുണ്ട്. അതെ, ആ പറഞ്ഞത് കറക്റ്റാണ്. എങ്ങനെങ്കിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവരിങ്ങനെ എയറിലായിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഈ ഫാമിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഈ കുടുംബത്തിൽ എയറിലാവാൻ ബാക്കിയുള്ളത് ഇഷാനി കൃഷ്ണ മാത്രമാണ്. പുള്ളിക്കാരി പിന്നെ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ എയറിലാവുന്നില്ല എന്ന് മാത്രം. പിന്നെ അഹാന് വളരെ റെയറിലായിട്ട് മാത്രമേ ഏറി കയറാറുള്ളൂ. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. ഇടയ്ക്കിടെ ഏറി കയറുന്ന അവസ്ഥയാണ്. ഇവർക്കൊന്നും ഏറി കയറില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം വരില്ല എന്ന് തോന്നുന്നു. അതാണ് അവസ്ഥ. കാര്യം ബാക്കി പറഞ്ഞാട്ടെ. അപ്പൊ ഹൻസുവിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുറച്ച് വളർന്ന് നല്ല ഉരുക്ക് പോലെ ആയതിനു ശേഷം എന്തും ഫേസ് ചെയ്യാനുള്ള തന്റേടതിനു ശേഷമാണ് സോഷ്യൽ മീഡിയ ഇവിടുത്തെ വളർന്നത്. ഹൻസുവിനെ സംബന്ധിച്ച് ഹൻസു വളരെ ചെറുതായിരിക്കുമ്പോഴാണ് അതൊക്കെ വന്നു വരുന്നത്. ഹൻസു എങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്? കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം? ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോൾ ഐ വാസ് 14. അന്ന് കോവിഡ് ആയ ടൈമാണ്. സ്കൂളൊക്കെ അടച്ചിട്ട് ഞാൻ സ്കൂളൊന്നും ഇല്ലാതെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് പണ്ട് 2020 ഒരു ഭയങ്കര ഒരു സൈബർ ബുള്ളിങ് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് ഫസ്റ്റ് സംഭവിച്ചപ്പോൾ ബിറ്റ് എഫക്ട്. എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ. പക്ഷേ വി ഡിഡ് ഫീൽ ലൈക്ക് ഓയ്യോ ഇറ്റ്സ് ദി എൻഡ് എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ നിന്നുള്ള വി സ്റ്റാർട്ടഡ് ഗ്രോയിങ് സ്ലോലി. എനിക്ക് അത്രയും കുഞ്ഞിലെ എന്നെ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പൊ ഒക്കെ ഹേറ്റ് ഒക്കെ കണ്ട് നമുക്ക് അതൊരു പ്രശ്നമല്ല. എന്നുവെച്ചാൽ മാക്സിമം ഇഗ്നോർ ചെയ്യാൻ നോക്കും. സോ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഹേറ്റ് ഒക്കെ പറയണം. അത് നമ്മൾ അത്രയ്ക്ക് ബോധറുണ്ട്. ബിക്കോസ് നമ്മൾ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്. എപ്പോഴും ഹേറ്റിന് മേളിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരാണ്.
അതെ അതെ, പ്രത്യേകിച്ച് അൻസികയുടെ സബ്സ്ക്രിപ്ഷനിൽ അല്ലേ, അവിടെ അൻസിക തുണയിച്ച് ആടുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കണ്ണിൽ എണ്ണയിച്ച് കാത്തിരിക്കുന്നുണ്ട്. വേഗം കൂടി ചെന്നുകൂടി. ഇപ്പൊ നിലവിലെ കണക്ക് പ്രകാരം ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് എത്രയായിന്ന് അറിയോ? 4000 ആയി മക്കളെ, 4000-ന് മുകളിൽ കടന്നു. ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്ക് ആവുന്നതിന് മുമ്പ് വെറും 1000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഹൻസിക ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് 4000-ന് മുകളിലേക്ക് കവിഞ്ഞു എന്നുള്ളതാണ്. ഒറ്റയടിക്ക് കൂടിയത് 4 ഇരട്ടിയാണ്. അതുപോലെ വരുമാനത്തിലും വർധനവ് വന്നിട്ടുണ്ട്. 16 ലക്ഷത്തിന് മുകളിലായിട്ടുണ്ട് ഇപ്പൊ വരുമാനം. ഇങ്ങനെ നോക്കുമ്പോൾ ഹൻസിക പറഞ്ഞത് കറക്റ്റ് ആണ്. ഇവിടെ ഹൻസികയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പോലുള്ള 4-5 യൂട്യൂബേഴ്സ് മാത്രമേ ഹൻസികന് കുറ്റം പറയുന്നുള്ളൂ. പക്ഷെ അതിനേക്കാൾ മുകളിൽ 4000-ഓളം ആളുകൾ ഹൻസികയുടെ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് മക്കളെ. അടുത്ത തുണ അയച്ചിട്ടുള്ള വീഡിയോക്ക് വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ഈ അടുത്ത കാലത്ത് കൃഷ്ണകുമാർ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ആളായി മാറാൻ ഹൻസിക ചാൻസ് ഉണ്ട്. ഇപ്പൊ നിലവിൽ ദിയാകൃഷ്ണയാണ്. മിക്കവാറും ഹൻസിക ദിയാകൃഷ്ണയെ കടത്തി വെട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നെഗറ്റിവിറ്റി ഒന്നും മൈൻഡ് ചെയ്യണം ഹൻസിക. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. ഹൻസിക തുണ അയച്ച് ആടുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തൃപ്തി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കാട്ടെ. ബാക്കി പറഞ്ഞാലും അങ്ങനെ കുഞ്ഞിലെ തൊട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും ഫേസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും. എല്ലാവരും ഒന്നിച്ച് നിൽക്കും. ശരി, നിലവിലെ നിങ്ങളുടെ ഈ സബ്സ്ക്രിപ്ഷൻ വിഷയത്തിലും കുടുംബക്കാരെല്ലാരും ഒരുമിച്ച് നിൽക്കുന്നുണ്ടല്ലോ അല്ലേ? നിന്നാ മതി. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. സോ കുഞ്ഞിലെ തൊട്ട് ഇതൊക്കെ കാണുന്നത് നൗ ഐ എം റിയലി യൂസ്ഡ് ടു ഇറ്റ്. ഇപ്പൊ എത്ര വർഷമായി 6 ഇയേഴ്സ് ഒക്കെ ആയിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെ കാണും. ദാറ്റ് ഇസ് ഫൈൻ. നമ്മളെല്ലാരും ഒരേ രീതിയിലാണ് അത് എടുക്കുന്നത്. എടുത്താ മതി. എല്ലാം ഇങ്ങനെ ഒരേ രീതിയിൽ തന്നെ എടുത്ത് കണ്ടാ മതി കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് അഹാൻ എന്തോ പറയുന്നുണ്ട്, നമുക്ക് കേട്ടോക്കാം. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ വേണ്ട ഒരു സാധനമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. കാരണം മണി കാൺട്ട് ബൈ ഹാപ്പിനെസ് എന്നൊക്കെ പറയും. ഓഫ് കോഴ്സ് ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നമുക്ക് കാശ് കൊണ്ട് അവരെ പോയി തിരിച്ചു വാങ്ങിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇൻ എ ലോട്ട് ഓഫ് സിറ്റുവേഷൻസ് മണി ക്യാൻ ഡെഫിനറ്റ്ലി ബൈ യു ഹാപ്പിനെസ് ആൻഡ് പീസ് ഓഫ് മൈൻഡ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഒരു കാശുണ്ടെങ്കിലുണ്ടല്ലോ, അത് ശരിക്കും ഒരുപാട് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ വെപ്പണാണ് മണി എന്ന് പറയുന്നത്. അഹാന പറഞ്ഞത് 100% ശരിയാണ്. നമുക്ക് പണത്തിന് പണം തന്നെ വേണം. അത് കറക്റ്റ് ആണ്. അത് ഞാൻ ജീവിതം കൊണ്ട് പഠിച്ചൊരു കാര്യം തന്നെയാണ്. കയ്യിൽ പണം ഉണ്ടെങ്കിൽ അതിന് വേറെ തന്നെ ഒരു പവറാണ് മക്കളെ. പക്ഷെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന തുണ അയച്ചിട്ട് ആടുന്ന ലെവലിലേക്ക് തരം താഴരുത് എന്ന് അടുത്തിരിക്കുന്ന സ്വന്തം അനുജത്തി ഒന്ന് ഉപദേശിച്ചാൽ നന്നായിരിക്കും. അഹാനയോടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ പണം ഉണ്ടാക്കുന്നതിൽ വേണം അന്തസ് അല്ലേ? ഇങ്ങനെ മാനം വിറ്റ് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ടൊന്നും നമ്മൾ ജീവിതത്തിൽ എവിടെയും എത്താൻ പോകുന്നില്ല. കുറച്ചു കാലമൊക്കെ നമുക്ക് അടിച്ചു പൊടിച്ച് ജീവിക്കാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും പുറമേ നിന്നുള്ള ഞാൻ ഉപദേശിച്ച് തരേണ്ട കാര്യമില്ല. കുടുംബത്തിനുള്ളിൽ ഉപദേശിച്ച് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അത് വേണ്ടപ്പോ വേണ്ട രീതിയിൽ ഉപദേശിച്ച് കൊടുക്കാത്തതിന്റെ ഗുണമാണ് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. ജീവിതത്തിൽ പണമാണ് മുഖ്യമെന്ന് കരുതി പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ലെവലിലേക്ക് അതപ്പതിക്കരുത്. അതൊക്കെ വളരെ മോശമാണ്. ബാക്കി പറഞ്ഞാട്ടെ. ഇപ്പൊ ചേച്ചി പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ശരിക്കും ഹൻസു എന്താ ലേൺ ചെയ്തില്ല? അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇപ്പൊ വരുന്ന സമയത്താണെങ്കിൽ പോലും ഇവര് തന്നെ അല്ലായിരുന്നു ഇൻസ്പിറേഷൻ? ഓർ ആക്ച്വലി യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അമ്മു ഇല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും അച്ഛനും പറയുന്നുണ്ട് നിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും, നല്ല വൈബായിരിക്കും, എല്ലാവർക്കും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചുമ്മാ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എസ്പെഷ്യലി ആ കോവിഡ് ടൈമിൽ നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് വി വർ സോ ഫ്രീ. അങ്ങനെ അമ്മൊക്കെ ചെയ്യുന്ന കോണ്ടന്റ് ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് അമ്മുവിൻ്റെ വ്ളോഗ്സ് ആർ നോൺ ഫോർ എന്താ എസ്തെറ്റിക് ആൻഡ് എഡിറ്റിങ്ങും അതൊക്കെ. പണ്ടൊക്കെ ഞാൻ ഇട്ട വ്ളോഗിനൊന്നും ഒരു എസ്തെറ്റിക് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ സ്ലോലി അമ്മുവിൻ്റെ ഒരു എഡിറ്റിംഗിന് ഇൻസ്പയർ ആയി ഞാനും കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. അതെ ഇപ്പൊ ഭയങ്കര എസ്തെറ്റിക് ആണ്. ഇപ്പൊ എസ്തെറ്റിക് കൂടി പോയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. എനിക്ക് തോന്നുന്നത് വന്ന് അമ്മൂനേക്കാൾ മുകളിൽ ഇപ്പൊ എസ്തെറ്റിക് ആയി മാറിയിരിക്കുന്ന അനുസരിക്കാന്ന് തോന്നുന്നു. ആ ലെവലിൽ ഇപ്പൊ ആളെ എസ്തെറ്റിക് ആയി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്ര എസ്തെറ്റിക് പാടില്ല കേട്ടോ, കുറച്ച് കുറയ്ക്കാം. ബാക്കി പറഞ്ഞാലും എഡിറ്റിംഗ് ടെംപ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ആക്ച്വലി വീഡിയോസിനൊക്കെ ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് എഡിറ്റ് ചെയ്ത ഇൻസ്പിറേഷൻ അമ്മുവിന്റെ പണ്ടത്തെ വീഡിയോസ് തന്നെയാണ്. പണ്ടത്തെ അല്ല, പണ്ടോട്ട് തുടങ്ങിയ വീഡിയോസ് വ്ളോഗ്സ് ഒക്കെ. എഡിറ്റിംഗ് സിംഹമാണ് വീട്ടില്. എഡിറ്റിംഗ് സിംഹം മാത്രമല്ല, സബ്സ്ക്രിപ്ഷൻ സിംഹം കൂടിയാണ്. കുടുംബത്തിന് കോടികൾ വരുമാനം എത്തിക്കാൻ പോകുന്ന മുതലാണ് അവിടെ ഇരിക്കുന്നത്. കണ്ടാൽ ആരെങ്കിലും പറയോ? ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. അതാണിപ്പോ ഞാനിപ്പോ ഒരുവിധപ്പെട്ട തീരുമാനങ്ങൾ ഒന്നും ഞാനിപ്പോ എൻ്റെ വീട്ടിലുള്ളവരുടെ അടുത്തും കൂടിയൊക്കെ ചോദിച്ച് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണെ എന്ന് പറഞ്ഞിട്ടല്ല ഞാനൊരു തീരുമാനം എടുക്കുന്നത്. കാരണം അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എൻ്റെ തീരുമാനമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെല്ലാവരും. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ദിയ കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിൽ പോയി. ബട്ട് അതർവൈസ് വി ഓൾ ലിവ് ഇൻ ദ സെയിം ഹൗസ് ബട്ട് വി ആർ ഓൾ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. അങ്ങനെ അച്ഛനമ്മമാർ ഇഷ്ടം നോക്കിയൊന്നും നമ്മൾ തീരുമാനം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ നമ്മൾ അതുകൊണ്ട് ചെയ്യാം. പക്ഷെ ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കുടുംബത്തെയും കൂടി മാനിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിനും കൂടിയാണ് മാനക്കേട്. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എന്തുണ്ട് ചിലപ്പോൾ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും ബ്ലോഗിൽ വന്ന എഡിറ്റഡ് ആയിട്ടുള്ള ബ്ലോഗിൽ വന്ന കാര്യത്തിന് പോലും ചിലപ്പോൾ ആളുകൾ പഴിക്കുന്നതും പലപ്പോഴും
കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ അത്ര ശ്രദ്ധിച്ച് നോക്കി എഡിറ്റ് ചെയ്ത് അത് റിവ്യൂ ചെയ്ത് അങ്ങനെയാണ് യൂഷ്വലി എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അപ്പൊ എനിക്കങ്ങനെ വേണ്ടാത്തതൊന്നും ഇട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കധികം വന്നിട്ടില്ല. കാരണം ഞാൻ യൂഷ്വലി അത്ര നോക്കിയാണ് ഇടുന്നത്. ഇപ്പൊ വീട്ടിൽ അതെന്താണ് അഹാന, വേണ്ടാത്തതൊന്നും എന്റെ വീഡിയോയിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല എന്ന് പറയുമ്പോ അനുജത്തിനൊരു നോട്ടം, ആ നോട്ടത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലല്ലോ അല്ലേ? ബാക്കി പറഞ്ഞാട്ട് എന്തായാലും ഏത് വെച്ചാ അതോ ഇതോ? ഹൻസിക ഒരു വലിയ കുട്ടിയാണ്, പക്ഷെ ഇപ്പോഴും വീട്ടിലെ കൊച്ചുകുട്ടിയല്ലേ. അപ്പം കൊച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഹൻസിക്കയാ വരുന്നത്, പക്ഷെ ഹൻസിക ഒരു കൊച്ചുകുട്ടി അല്ല ഇപ്പൊ. അല്ല അപ്പൊ വീണ്ടും അടുത്ത നോട്ടം. ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കല്ലേ ചേച്ചി, കാണുന്നവര് തെറ്റിദ്ധരിക്കും. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും അൻസു തന്നെ ബിഗ് ബ്രാൻഡ്സ് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ അമ്മേനെ ലാസ്റ്റ് നമ്മൾ കണ്ട് സംസാരിച്ചപ്പോൾ തന്നെ വിത്തിൻ 10 days അൻസുവിന് ഒരു വലിയ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഷൂട്ടുണ്ട് എന്നുള്ളത് പറയണ്ടായിരുന്നു. ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് അമ്മയാണോ അതോ അൻസു ആണോ? ചിലതൊക്കെ ചിലപ്പോൾ ഞാൻ അമ്മയുടെ നമ്പർ കൊടുക്കും. ലൈക്ക് ഇപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ വന്ന് വീഡിയോ എടുക്കണം അങ്ങനെയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അമ്മയുടെ നമ്പർ കൊടുക്കും. അല്ലാത്ത മിക്ക കൊളാബ്സും ഞാൻ തന്നെയാണ്. മെയിനായിട്ട് ഹൻസ് കോളേജ് ആയിരുന്ന കാരണമാണ് അമ്മ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവര് വിളിക്കുമ്പോൾ ഇവള് ക്ലാസ്സിലായിരിക്കും, കോൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എപ്പോഴും അമ്മയുടെ നമ്പർ ഫോർവേഡ് ചെയ്യും. അമ്മ പക്കയായിട്ട് ഡീൽ ചെയ്യും. അമ്മ ഡീൽ ചെയ്യുമ്പോൾ എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ട് നടക്കും. അങ്ങനെയാണ്. പക്ഷെ ബേസിക്കലി മിക്ക കൊളാബ്സും ഞാൻ തന്നെ ടെക്സ്റ്റ് വഴി അവരിങ്ങനെ ഡീൽ ചെയ്യും. ഞാൻ കറക്റ്റായിട്ട് റെസ്പോണ്ട്. കോളേജ് ആയിരുന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ടൈമിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല, അവർ വിളിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോളേജ് കഴിയും, ഐ എം ഏബിൾ ടു മാനേജ് ഇറ്റ് പ്രോപ്പറായിട്ട്. അതെ. അപ്പൊ ചുരുക്കി പറഞ്ഞ അൻസികയ്ക്ക് നല്ല പ്രൊമോഷൻസ് കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. ബിഗ് ബ്രാൻഡ്സിന്റെ പ്രൊമോഷൻസ് കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. ഈ ബിഗ് ബ്രാൻഡ്സിനൊക്കെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്താൽ കിട്ടുന്ന റവന്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ലക്ഷങ്ങളാണ് അവർ വരുമാനം കൊടുക്കുന്നത്. മാസത്തിൽ അങ്ങനത്തെ ഒരു 2-3 പ്രൊമോഷൻ കിട്ടിയാൽ തന്നെ മതി മാസം 4-5 ലക്ഷം റുപ്യ ഉണ്ടാക്കുക. അപ്പൊ അത്രയും വരുമാനം അൻസികയ്ക്ക് 20-ാം വയസ്സിൽ കിട്ടുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് തുണി വെച്ചിട്ട് ആടുന്നത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഞാൻ എപ്പോഴും പറയുന്ന പോലെ പണത്തിന് വേണ്ടി ഒന്നുമല്ല ഇവർ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഈ പരിപാടി കാണിച്ചു കൂട്ടുന്നത്. പിന്നെന്താണ്, ചുമ്മാ ഒരു കുത്തിക്കഴപ്പ്. അതന്നെ എന്തിനാവശ്യം ഉണ്ടായിരുന്നു? ഈ പ്രൊമോഷനൊക്കെ പിടിച്ച് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കി പോയാൽ പോരെ? അതിൽ നിന്ന് തന്നെ മാസം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാവശ്യം ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഇങ്ങനെ അഴിഞ്ഞാടേണ്ട ആവശ്യം? മോശം എന്നല്ലാതെ ഇതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി ഇവരുടെ അമ്മയെ കുറിച്ച് രണ്ടാളും സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടെ കേട്ടോക്കാം. കാരണം അമ്മയെല്ലാം ഭയങ്കര ടഫായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം അത് ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേറെന്താണ്, ഇപ്പം ലൈക്ക് കുഞ്ഞിലെ തൊട്ട് നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അമ്മ അത് നമ്മളത് ഡിഫിക്കൽട്ട് ആണെന്ന് അറിയിക്കത്തില്ല. ആ രീതിയിൽ നമുക്കത് കംഫർട്ടബിൾ ആക്കി തരും കുഞ്ഞിലെ തൊട്ട് എല്ലാവരുടെയും കാര്യത്തിൽ. ഇപ്പൊ അവസാനത്തെ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ സബ്സ്ക്രിപ്ഷന്റെ വിഷയത്തിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അമ്മേന്റെ നിലപാട്. നല്ലതാവേ അമ്മമാരായാലും ഇങ്ങനെ വേണം. മക്കൾ എന്ത് തോന്നിയാസം കാണിച്ചാലും അത് കണ്ണടിച്ച് മക്കളെ സപ്പോർട്ട് ചെയ്തോളണം കേട്ടോ. മക്കളെ ഇങ്ങനെ കംഫർട്ടബിൾ ആയി നിർത്തിക്കൊള്ളണം. നല്ലതാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. പിന്നെ അമ്മയുടെ വേറൊരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ കൊച്ചിലെ തൊട്ടേ ഇപ്പം എന്താ പറയാ, ഇപ്പം വലിയ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ സംഭവിക്കുമ്പോൾ അതിൽ സ്ട്രെസ്ഡ് ആവില്ല എന്നല്ല, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഇതൊന്നും വലിയ കാര്യമല്ല, ഇതൊന്നും നമ്മൾ ഇതിന് ഒരുപാട് ടെൻഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു ഭയങ്കര കൂൾ എന്നല്ല, ടെൻഷൻ എടുക്കും, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് അതിനെ അങ്ങ് വിട്ടുകളയും. അപ്പം അത് നമുക്ക് കുറച്ച് സ്ട്രെസ് ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു തെറിവിളി സിനാരിയോ നടക്കുവാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പോട്ടെ മൈൻഡ് ചെയ്യണ്ട എന്ന് നമുക്ക് അതിനെ നോക്കാൻ പറ്റിയിട്ടുള്ളത് കാരണം അമ്മ അതിനെ കൂളായിട്ട് വിട്ട് കളയും. അപ്പൊ നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ? ഇവര് പറഞ്ഞെടുത്തോളം അമ്മയുടെ സ്വഭാവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അമ്മ തന്നെയാണ് ഇവരുടെ അമ്മ എന്ന് പറയുന്നത്, അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കൾ എന്ത് ചെയ്താലും അത് കാരണം മക്കൾക്ക് എന്ത് തെറിവിളി കേട്ടാലും അതിനെ കൂളാക്കി എടുക്കുന്നത് അത്ര നല്ലതല്ല. ഇപ്പൊ ദിയാകൃഷ്ണയെ പോലെ വായ തോന്നിയത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് എയർലായത് കാരണമാണ് മക്കൾക്ക് തെറിവിളി കേൾക്കേണ്ടി വന്നതെങ്കിൽ അത് പിന്നെയും വിട്ട് കളയാം. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് നടക്കുന്ന പരിപാടിയാണ്. പക്ഷേ വെൻ ഇറ്റ് കം ടു അൻസിക അതങ്ങോട്ട് അത്ര പെട്ടെന്ന് വിട്ട് കളയേണ്ട സംഗതിയല്ല, പ്രത്യേകിച്ച് ഒരു പാരന്റ് എന്ന നിലയിൽ. അതിനെ വളരെ സീരിയസ് ആയി തന്നെ എടുക്കേണ്ട സംഗതിയാണ്. ഇത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും സിന്ധു അമ്മ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എങ്കിൽ അതിന് കോൺസിക്വൻസ് നിങ്ങളുടെ കുടുംബം തന്നെയായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. ഞാനൊരു ജസ്റ്റ് വാണിംഗ് പോലെ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ യുഗമാണ്. ഇതെല്ലാത്തിനും ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് മാത്രമാണ്. ഇനിയും ഒരുപാട് പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷന് തുണി വെച്ചിട്ട് ആടാൻ വരും. അവരുടെ എല്ലാം കൂട്ടത്തിൽ ഹൻസികയെ ഇനി കാണരുത് എന്നുള്ളൊരു ആഗ്രഹം കൂടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനെയും വളരെ സില്ലിയായി എടുക്കുന്ന ഹൻസികയുടെ അമ്മയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മകളുടെ അഴിഞ്ഞാട്ടത്തെയും ഇങ്ങനെ സില്ലിയാക്കി എടുക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഞാനൊരിക്കലും കൃഷ്ണകുമാർ ഫാമിലിയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ലോ കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കേണ്ട. ഞാനും അവരുടെ കുടുംബമായിട്ട് റിസിൽ ഒരു പ്രശ്നവും. പക്ഷെ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് ചിലത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.